ഏവർക്കും കുവൈറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. 5 വർഷത്തെ നിരോധനത്തിന് ശേഷം ഉപഭോക്തൃ സാധനങ്ങളുടെ ഡെലിവറി സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് വിലക്ക് കുവൈറ്റ് നീക്കിയതായി റിപ്പോർട്ട്. കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നിരോധനം പിൻവലിച്ചതിനെ തുടർന്ന് ഡെലിവറി ബിസിനസ് സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷകളുടെ പ്രവാഹം തന്നെ ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. ലൈസൻസ് നൽകുന്നതിനുള്ള നിരോധനം നീക്കിയതിന്റെ ആദ്യ ദിവസം തന്നെ കൺസ്യൂമർ ഡെലിവറി കമ്പനികൾ സ്ഥാപിക്കുന്നതിനായി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് 1700-ലധികം അപേക്ഷകൾ ലഭിച്ചതായാണ് വിവരം. കുവൈത്തിൽ ഗാർഹിക വിസയിൽ നിന്നും തൊഴിൽ വിസയിലേക്ക് മാറിയത് 55,000 പേർ. ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമായ അൽ റായിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷൈഖ് ഫഹദ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരം ജൂലൈ 14 മുതൽ ആരംഭിച്ച ആനുകൂല്യം ഇന്നലെയാണ് അവസാനിച്ചത്. ലഭിച്ച അപേക്ഷകളിൽ ഭൂരിപക്ഷവും പ്രോസസ്സ് ചെയ്തതായും ബാക്കിയുള്ള അപേക്ഷകളിൽ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ പറഞ്ഞു. നിലവിൽ ഗാർഹിക തൊഴിലാളികൾ 45% ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. വീട്ടുജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് വിദേശികളാണ് തൊഴിൽ വിസയിലേക്ക് മാറാനുള്ള ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ ഉയർന്ന താപനില ശമനമില്ലാതെ തുടരുന്നതിനാൽ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതിനെ തുടർന്ന് ചില റെസിഡൻഷ്യൽ ഏരിയകളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ കുവൈറ്റ് വൈദ്യുതി ജലം പുനരുൽപാദന ഊർജ്ജ മന്ത്രാലയം തീരുമാനിച്ചു. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ സിസ്റ്റം സുസ്ഥിരത നിലനിർത്തുന്നതിനും ലോഡ് നിയന്ത്രിക്കുന്നതിനും ഈ നീക്കം അനിവാര്യമാണെന്നും മന്ത്രാലയം അറിയിച്ചു. വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളുടെ അടിയന്തര അറ്റകുറ്റപ്പണികൾ കാരണം തുടർച്ചയായി പവർ കട്ടുകൾ ഉണ്ടാകാനിടയുണ്ടെന്നും കുവൈറ്റ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ ഉയർന്ന താപനില വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കുവൈറ്റിൽ വിദേശ വനിതയെ ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്ത 3-അംഗ സംഘത്തെ നാടുകടത്തും. കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന 2 അറബ് വംശജർക്കും ഒരു ഏഷ്യക്കാരനുമെതിരെയാണ് നടപടി. കൃത്രിമ രേഖകൾ തയ്യാറാക്കി പൗരത്വം നേടിയ 90 പേരുടെ പൗരത്വം പിൻവലിച്ച് കുവൈത്ത്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷൈഖ് ഫഹദ് അസബാഹിന്റെ നേതൃത്വത്തിൽ നടന്ന സുപ്രീം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. വാരാന്ത്യത്തിൽ രാജ്യത്ത് ചൂട് കൂടുമെന്ന് കുവൈറ്റ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യം കനത്ത ചൂടുള്ള കാലാവസ്ഥയെ നേരിടാൻ ഒരുങ്ങുകയാണ്. പകൽ 47 മുതൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അസീസ് അൽ കരാവി പറഞ്ഞു. പകലിലെ ചൂട് രാത്രിയും തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ കാലാനുസൃതമായി ഇന്ത്യൻ മേഖലകളിൽ ഉണ്ടാകുന്ന മർദ്ദം വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വിന്യസിക്കുകയും അത് മരുഭൂമി പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ ശക്തമായ പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു.